ഗൈസ് ഞങ്ങൾ ഇന്ന് അവധി കിട്ടിയപ്പം അജിതയുടെയും റേച്ചേച്ചിയുടെയും വീട്ടിൽ വരാണ്. റേച്ചേച്ചി ഇവിടെയില്ല, റേച്ചേച്ചി ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് വേണ്ടി അജിതയും ശ്രുതിയും കൂടെ കുറേ ഫുഡുകൾ ഇവിടെ കുക്ക് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ഇതുണ്ടോ ഇവര് പാവങ്ങള് ഞങ്ങൾ റെഡി ആവാണ്ട് ഇവിടെ നിന്ന് പുട്ടുണ്ടാക്കുന്നുണ്ട്. ഇത് ശ്രുതി, ഇത് അജിത. ഞങ്ങൾക്ക് വേണ്ടി ആദ്യം ഒരു ചായ തിളപ്പിക്കുന്നു, ഇതാ പുട്ട് വെക്കുന്നു. പിന്നെ നിമ്മി ചേച്ചി ഉണ്ട് ഇവിടെ, പിന്നെ റോള്, ഇവിടെ ടി വി വെച്ചിട്ടുണ്ട്. പിന്നെ ഏഞ്ചൽ ഉണ്ട് എൻ്റെ കൂടെ. ഏഞ്ചൽ ഇവിടെ റെഡിയാകുവാണ് ക്യാമറയുടെ മുന്നിൽ വന്ന്. പക്ഷെ ഇവർക്ക് കുക്കിംഗ് ഒന്നും ഇഷ്ടമില്ല, ഫുഡും ഇഷ്ടമില്ല, അതുകൊണ്ട് എല്ലാം എനിക്കുള്ളതാണ്. ആദ്യം കഴിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ചായ സ്പെഷ്യലിസ്റ്റ് അക്ഷരയാണ്. അവൾ എങ്ങനെ ചായ ഇട്ടാലും നല്ല ടേസ്റ്റ് ആണെന്നാണ് അവൾ തന്നെ പറയുന്നത്. അപ്പം ഞങ്ങൾ കുടിച്ച് നോക്കിയിട്ട് പറയാം. ഗൈസ്, ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഗൈസ്, അങ്ങനെ എല്ലാവരുടെ ഒരുക്കം കഴിഞ്ഞ് ഇപ്പോഴാണ് ഒന്ന് ഇറങ്ങിയത്. ഞങ്ങളൊരു 8:30-9 ആയപ്പോൾ ഇവിടെ വന്നതാണ്. സമയം 10:30 അതെ, എന്തോ തല്ലി പൊട്ടിക്കുന്നോ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുകയാണ്. ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഈ തപ്പി രോമാഞ്ചരികാര് നടക്കുന്ന പോലെ ഇങ്ങനെ നടക്കുക. വരുന്നുണ്ട് ഗൈസ്. ഇതാണ് ഒത്തി. അടുത്ത ഒരാളൂടെ ഉണ്ട്. വീണ്ടും പോയി. ഒരാളെ വിളിക്കുമ്പോൾ അടുത്തയാൾ പോകും. ഇത് തന്നെയാണ് അവസ്ഥ. അതാണ് നല്ലത്. കമോൺ. അങ്ങനെ എല്ലാവരുടെ ഒരുക്കം കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രം കയറാൻ വേണ്ടിയിട്ട് പോകുന്ന ഭാഗമാണിത്. എല്ലാവരും വീട്ടിലൊക്കെ വിളിച്ചാണ് പോകുന്നത്. അങ്ങനെ ട്രം ഇറങ്ങി അണ്ടർഗ്രൗണ്ട് ആയിരുന്നു. അങ്ങനെ മുകളിലേക്ക് കയറണം. മുകളിലേക്ക് കയറി കഴിയുമ്പോഴുള്ള വ്യൂ ആണിത്. ഭയങ്കര മനോഹരമാണ്. ഇതൊരു ചർച്ചാണ്. ഗൈസ്, ഞങ്ങൾ അനർത്തൻ റെയിൽവേ സ്റ്റേഷൻ കാണാൻ വേണ്ടി പോവാണ്. ഇന്നുവരെ ഞങ്ങൾ അവിടെ പോയിട്ടില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രാൻസ്പോർട്ട് ഹബ്ബുകളിലൊന്നാണ് അനർത്തൻ റെയിൽവേ സ്റ്റേഷൻ, സെൻട്രല്. അപ്പം അതൊരു കത്തീഡ്രൽ മോഡലിലാണ് ഉള്ളത്. ഞങ്ങൾ അത് കണ്ടിട്ട് അവളാണ് ഞങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നത്. അവൾക്ക് വഴിയൊന്നും അറിയത്തില്ല, അത് വേറെ കാര്യം. അപ്പം ഞങ്ങൾ തനിയെ ഗൂഗിൾ മാപ്പ് ഇട്ട് പോവാണ്. ഇവിടെ വേറൊരു ചർച്ച ഉണ്ട്, അത് ഞാൻ ഓൾറെഡി വീഡിയോ എടുത്തിട്ടുണ്ട്, എല്ലാം കാണിച്ചു തരാം. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളൊരു ബൊമ്മയെ കണ്ടു. ആ ബൊമ്മയുടെ ഫോട്ടോ എടുത്തു. എല്ലാവരും വളരെ നല്ലായിരുന്നു അത്. പിന്നെ അങ്ങനെ ഞങ്ങളൊരു ജയന്റ് വീൽ തപ്പി നടന്ന് ഇതൊരു ബ്രിഡ്ജാണ്. നമ്മൾ ബ്രിഡ്ജിൽ ഇപ്പോൾ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഗൈസ്, ആ ബ്രിഡ്ജിൽ നിന്ന് നോക്കുമ്പോഴൊരു വ്യൂ ആണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പക്ഷെ ലൈറ്റ് കുറവായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി, അതുകൊണ്ട് നമുക്ക് അധികം ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് ശരിക്കൊരു ഹാർബറാണ്. പിന്നെ ഇതൊരു മ്യൂസിയം. ഗൈസ്, ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രതിമ. ഡച്ചിൽ ഇതിനെ ബീൽഡ് അങ്ങനെയൊക്കെ പറയും. അതായത് ഇതൊരു ഹാൻഡ് കാണുന്നുണ്ടെന്ന് അറിയില്ല, ഹാൻഡ് വലിച്ചെറിയുന്ന രീതിയിലാണ് ഈ പ്രതിമ ഉള്ളത്. അതായത് ഒരു മനുഷ്യനെ കുറേ പേരിങ്ങനെ താങ്ങി നിർത്തിയിട്ട് ഒരാൾ മുകളിൽ നിന്നിട്ട് ഹാൻഡ് വലിച്ചെറിയുന്നത്. അപ്പം ഹാൻഡ് വെർപ്പൻ അങ്ങനെയാണ്. ഹാൻഡ് എന്ന് പറഞ്ഞാൽ കൈ, വെർപ്പൻ എന്ന് പറഞ്ഞാൽ എറിയുക. അങ്ങനെ പറഞ്ഞാണ് ഈ സിറ്റിക്ക് ആൻ വെർപ്പൻ്റെ പേര് വന്നതെന്നൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതാണ് ആ പ്രതിമ. അങ്ങനെ അവിടുത്തെ കാഴ്ച കണ്ട് ഞങ്ങൾ ട്രമ്മിൽ കയറി മേയർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തിറങ്ങാണ്. പിന്നെ അവിടെ പോയി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ബർഗർ കിങ്ങിൽ കയറി കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. പക്ഷെ ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഗൈസ്, ഒരു 3-4 മണിക്കൂറത്തെ ഷോപ്പിങ്ങിന് ശേഷം ഞങ്ങൾ ഇപ്പോഴാണ് പ്രിമാർക്കിൽ നിന്നും സാറയിൽ നിന്നും H&M നിന്നൊക്കെ ഇറങ്ങിയത്. അതെ, 3-4 മണിക്കൂർ എല്ലാ കടകളിലും കയറി എല്ലാം നോക്കി ഇറങ്ങി. അതെ, പക്ഷെ ഞങ്ങൾ 10 രൂപയ്ക്ക് ഷോപ്പ് ചെയ്തു. അതെ, നല്ലോണം തന്നെ ഷോപ്പ് ചെയ്തു. ഇനിയിപ്പം സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ഒരു ഷോപ്പിംഗ് ദിവസം കഴിഞ്ഞു. അത് രാവിലെ 8 മണിക്ക് തൊട്ട് ഇപ്പോൾ സമയം 5:30 ആയി. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം. എല്ലാവരും പിരിഞ്ഞു.